നല്ലൊരു പാരന്റ് ആണോ നിങ്ങൾ? നിങ്ങളുടെ മക്കളുടെ റോൾ മോഡൽസ് നിങ്ങളാണോ? നമ്മളെ കണ്ടിട്ട് മക്കൾ പഠിക്കണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇതിനെല്ലാം ഉത്തരം യെസ് എന്നാണെങ്കിൽ നിങ്ങൾ നല്ലൊരു പാരന്റ് ആണ്. മറിച്ച് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ പാരന്റിങ് സ്റ്റൈൽ ഒന്ന് മാറ്റേണ്ട സമയമായിട്ടുണ്ട്. എപ്പോഴെങ്കിലും മക്കളെ നോക്കിയിട്ട് നിങ്ങൾ സൂപ്പർ ആയിട്ടുണ്ടല്ലോ, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടല്ലോ, അടിപൊളിയായിട്ട് വരും കേട്ടോ എന്ന് നല്ല രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ? പറയാൻ നമ്മൾ മറന്നു പോയിട്ടല്ലേ? അപ്പോൾ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും മറന്നു പോയിട്ടുണ്ട്, അവരെ തന്നെ മറന്നു പോയിട്ടുണ്ട്. അങ്ങനെ ഒരാൾ വീട്ടിലുള്ള കാര്യം വരെ മറന്നു പോയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. എപ്പോഴെങ്കിലും അവരോട് അവരുടെ വിശേഷങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങൾ ചോദിക്കാനോ അവർക്ക് എന്താണ് ഇഷ്ടം എന്ന് ചോദിക്കാനോ ഒന്ന് അരമണിക്കൂർ അവരുടെ മുന്നിൽ സ്പെൻഡ് ചെയ്യാൻ നമ്മൾ ടൈം കണ്ടെത്തുന്നുണ്ടോ? എല്ലാവരും തിക്കും തിരക്കും പിടിച്ച് ഓടുകയാണല്ലേ. ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ മക്കൾക്ക് നമ്മൾ വേണ്ടി ഓടി എല്ലാം കൊണ്ട് തരുമ്പോഴേക്കും മക്കൾ നമ്മുടെ നിന്ന് അകന്നു പോകും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൂടെ ആവശ്യ സമയത്ത് നമ്മൾ ഒരിക്കലും അവരുടെ കൂടെ ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ അവരാരെ കണ്ടുപോകും? അവരാരെടുത്തേക്ക് പോവും? അവരാരാണോ അവരെ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ആരാണോ അവർക്ക് പരിഗണന നൽകുന്നത് അവരുടെ അടുത്തേക്ക് പോവും. പലപ്പോഴും ഒരു നല്ല ഡ്രസ്സ് ഇട്ടാൽ നമ്മൾ എപ്പോഴെങ്കിലും അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം, നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് എല്ലാം നമ്മൾ മനസ്സറിഞ്ഞ് തന്നെ കാണണം അല്ലേ. ഇതെല്ലാം വേറൊരാൾ ഇത് പറയുകയാണെങ്കിലോ അവരോടായിരിക്കും അവർക്ക് താല്പര്യം. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും. ഇത് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്ന കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് മൊബൈൽ ഫോൺസ് ഒക്കെ വന്നിട്ടുള്ള ഈ കാലഘട്ടത്തിൽ എല്ലാ അമ്മമാരും അച്ഛന്മാരും എല്ലാവരും ജോലി കഴിഞ്ഞൊക്കെ വരുന്ന സമയം ടി വിയിലും ഫോണിലൊക്കെയാണല്ലേ. മക്കളുടെ വഴിക്ക്, അച്ഛനും അമ്മയും വേറെ വഴിക്ക്, ഇതൊക്കെയാണല്ലേ. ഒരുമിച്ചിരുന്ന് ഒരു ഫുഡ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് അവരുടെ വിശേഷം ചോദിക്കാനോ ആർക്കും നേരമില്ല. എപ്പോഴും നമ്മൾ അവരോട് പറയുന്ന ഒരേ ഒരു കാര്യമാണ് പഠിക്കുന്നു. അത് കേട്ട് കേട്ട് അവരും മടുത്തു, പറഞ്ഞു പറഞ്ഞു നമ്മളും മടുത്തു. ഇതിനപ്പുറത്തേക്ക് അവരുടെ ഇഷ്ടങ്ങളോ അവരുടെ വിഷമങ്ങളോ അവരുടെ ആഗ്രഹങ്ങളോ എന്താണ് അവർക്ക് താല്പര്യമെന്നും നമ്മൾ ചിന്തിക്കാറില്ല. ഇതൊക്കെ തന്നെയാണ് അവർ നമ്മളിൽ നിന്ന് അകന്നു പോകാനായിട്ട് കാരണം. അപ്പോൾ നമ്മൾ എത്രത്തോളം സ്നേഹം കൊടുക്കുന്നോ അത്രത്തോളം നമ്മളെടുത്തേക്ക് തന്നെ അവർ വരും. നമ്മൾ സ്നേഹം കൊടുക്കാത്തടത്താണ് സ്നേഹം അന്വേഷിച്ചും അതുപോലെ പരിഗണന അന്വേഷിച്ചും അവർ വേറെ രീതിയിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അവരുടെ ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ സ്വപ്നം ഒക്കെ നമ്മൾ തന്നെയാണ്. അവരുടെ ലഹരി നമ്മളായിരിക്കണം, അല്ലെങ്കിൽ വേറെ ലഹരി തേടി അവർ പോകും. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി അവരൊരു ഹമ്പിൾ ടച്ച് ചെയ്യാനും അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു കിസ് ചെയ്യാനും ഒക്കെ നമ്മളൊരു സമയം കണ്ടെത്തുക. ഇതൊക്കെ തന്നെയാണ് നമുക്ക് നല്ല രീതിയിൽ തിരിച്ചു കിട്ടുന്നത് അല്ലേ. നല്ല രീതിയിൽ പാരന്റിങ്, നല്ല രീതിയിൽ മക്കളെ നോക്കിയിട്ടുള്ള പാരൻസിന് അതുപോലെ തന്നെ വയസ്സാകുമ്പോൾ അവരും തിരിച്ചു നോക്കും. എത്രത്തോളം അവർക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുവോ എത്രത്തോളം അവർക്ക് സ്നേഹം കൊടുക്കുന്നുവോ ആ സ്നേഹം തന്നെ നമുക്ക് എന്നും തിരിച്ചു കിട്ടും. അപ്പോൾ കൊടുക്കുന്നത് മാത്രമേ കിട്ടൂ, കണ്ട് മാത്രമേ അവർ പഠിക്കൂ. നമ്മുടെ കാരുണ്യം ഒക്കെ കണ്ടിട്ടാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ നല്ല പാരന്റ് ആവാനായിട്ട് ശ്രമിക്കുക.